ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ 5:30 തന്നെ എഴുന്നേറ്റ് ആദ്യം ഞാൻ ചെയ്തത് ഇത്തിരി യൂട്യൂബ് വർക്കാണ്. കാരണം എനിക്ക് മിക്സി ഒന്ന് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് നേരം വെളുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്കൊരു ശല്യമാണ്. അപ്പോൾ ആദ്യം കുറച്ച് യൂട്യൂബ് വർക്ക് ചെയ്ത് തലേ ദിവസമാണെന്നുണ്ടെങ്കിൽ എനിക്ക് യൂട്യൂബ് വർക്ക് ചെയ്യാൻ സാധിച്ചില്ല. കുട്ടികളൊരു പഴയ സിനിമയുടെ സന്മനസ്സുള്ളവർക്ക് സമാധാനം, ആ സിനിമേൻ്റെ ഫോണിലിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിരുന്ന് നേരം പോയി. അങ്ങനെ രാവിലെ തിരക്കായിപ്പോയി. വീഡിയോ എഡിറ്റിങ്ങും വോയിസ് ഓവറും എല്ലാം രാവിലെ കൊടുത്തത്. അപ്പോൾ ആദ്യം വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഭാഗം ചെയ്യുന്നതിന് ശേഷമാണ് ഞാൻ വന്നിട്ട് അപ്പത്തിനുള്ള പൊടി കലക്കി വെക്കണത്. കാരണം ഇത് പൊങ്ങി വരാനും ടൈം വേണമല്ലോ. നമ്മൾ നല്ല മഴയാണ്, മഴയത്ത് പൊങ്ങി വരാനൊക്കെ താമസിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ അതിനകത്തേക്ക് കുറച്ച് ചോറിട്ട് കൊടുത്ത് 3 കപ്പ് അരിപ്പൊടിക്ക് 3 ടേബിൾ സ്പൂൺ ചോറ്, പിന്നെ അതിനകത്തേക്ക് ഇത്തിരി വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ടേബിൾ സ്പൂൺ വേണ്ട, പഞ്ചസാര ടീസ്പൂണിലെടുത്താൽ മതി, 3 ടീസ്പൂൺ പഞ്ചസാര, കുറച്ച് വെളിച്ചെണ്ണ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പും, പിന്നെ അരിപ്പൊടി, ചൂടുവെള്ളം, ഈസ്റ്റ് ചേർത്തിട്ട് ചൂടുവെള്ളം തന്നെ ഒഴിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊങ്ങി വരില്ല. അരച്ച് ഞാൻ വെച്ച് അപ്പോൾ ഓവൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ച്. ഓവൻ്റെ അകത്ത് നമുക്ക് തണുപ്പ് കയറൂലല്ലോ അടച്ച് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഓവൻ്റെ അകത്ത് വെച്ചപ്പോഴത്തേക്കും അത് പൊങ്ങി വന്നു. അപ്പോൾ ഈ നേരം കൊണ്ട് ഞാൻ വീഡിയോ വർക്ക് ഏകദേശം കഴിഞ്ഞ് അപ്ലോഡിനൊക്കെ ഇട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഈ വന്നിട്ട് ബാക്കി പണി ചെയ്യണത്. അപ്പോൾ ഏകദേശം ഒരു 9 മണിയായിട്ടുണ്ട്. 9 മണിക്ക് പപ്പക്ക് ഫുഡ് കൊടുക്കേണ്ട ടൈം ആണ്. 9 മണി കഴിഞ്ഞ് ഇപ്പോൾ 9 മണി എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റ്യൂ ആയി വന്നിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരു 9:30 ആകുമ്പോഴേ പപ്പക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ആ സമയം ഇങ്ങനെ തെറ്റിയപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനാണ് കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ക്യാരറ്റും തലേ ദിവസം രാത്രി ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടായി. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കുക്കറിൽ ഒന്നിച്ച് തന്നെ താളിച്ച് പച്ചക്ക് തന്നെ ഇതെല്ലാം ഇട്ട് വേവിച്ച് എടുക്കുകയല്ല ചെയ്യണത്. അപ്പോൾ ഇന്ന് ഏതായാലും താളിച്ചെടുത്ത് ഇത് പുഴുങ്ങി വേഗമുള്ള ടൈമൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ആക്കാം. തേങ്ങയൊക്കെ ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു സമാധാനമുണ്ട്, ഇത് പെട്ടെന്ന് തന്നെ ആക്കിയെടുക്കാം. അങ്ങനെ കാപ്പിയൊക്കെ ഇട്ട് ചൂട് വേണ്ടവർക്ക് ഫ്ലാസ്കിലും അല്ലാത്തത് പുറത്തുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ അടിച്ചെടുത്ത് തേങ്ങാപ്പാലൊക്കെ എടുത്ത്. അപ്പം അതിൻ്റെ ഇടയിൽ അപ്പം ചുടൽ കറിയുടെ കാര്യമായി വരണേ ഉള്ളു. അന്ന് പിന്നെ അപ്പം ചുട്ടേക്കാന്ന് വിചാരിച്ച് ഞാൻ എപ്പോഴും ആദ്യം കറിയാണ് സെറ്റാക്കണത്. പക്ഷേ ഇന്നിപ്പോൾ കറിയായി വരണേ ഉള്ളു. അപ്പോൾ ആ ഒരു ഇടക്ക് തന്നെ അപ്പം കൂടി ചുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പക്കുള്ളത് ആദ്യം കൂടി കൊടുക്കാനുള്ളതാകുമല്ലോ. അപ്പം പിന്നെ സാവധാനം നമുക്ക് ചുട്ടെടുത്താൽ മതി. കുട്ടികളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴും ഒക്കെ താമസിക്കും. ഇപ്പം ഭയങ്കര ശക്തിയായ മഴയാണ്, അതിൻ്റെ ശബ്ദമൊക്കെ ഉണ്ട്. ബാക്കി ഞാൻ മ്യൂട്ട് ചെയ്തിട്ടേക്കണോണ്ടാണ്. നല്ല മഴ പെയ്യണേണ്, അപ്പം നല്ല തണുപ്പുണ്ട്. പക്ഷേ എനിക്ക് 5:30 മണിക്ക് എഴുന്നേക്കാനായിട്ട് ഒരു മടിയില്ല. അപ്പോൾ 5:30 മണി എന്ന് പറഞ്ഞത് അത്ര വലിയ നേരത്തെയുള്ള സമയമല്ല. 5 മണിക്കാണ് ഞാൻ ഇതിലും നേരത്തെ എഴുന്നേറ്റിരുന്നത്. ഇപ്പോൾ പിന്നെ ഒരു അരമണിക്കൂറും കൂടി താമസിച്ചിട്ട് എഴുന്നേക്കണമെന്ന് മാത്രം. അപ്പോൾ നെയ്യിൽ തന്നെ വെജിറ്റബിൾ സ്റ്റ്യൂ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ നെയ്യ് തന്നെയാണ് ഇട്ടേക്കണത്. അതിനകത്തേക്ക് മുഴുവൻ മസാലകളെല്ലാം ഇട്ടൊന്ന് പൊട്ടിച്ച്, പിന്നെ ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇപ്പോഴാണ് സവാളയൊക്കെ അരിഞ്ഞെടുത്തത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ഞാൻ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു, പച്ചമുളകും കൂടി. അകപ്പാടെ ഒരു പച്ചമുളക് മാത്രമാണ് ഞാൻ ആ കല്ലിൻ്റെ അകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക്, ഒരു പച്ചമുളക് മാത്രമാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് ചതച്ച് ഇടണത് നല്ലതാണ്. പക്ഷേ ഞാനിപ്പോൾ മുഴുവനായിട്ടുള്ള കുരുമുളക് തന്നെയാണ് ഇട്ടത്. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഇതിന് വരണത് കേട്ടോ. കുരുമുളക് പൊടിയൊന്നും ഇടൂല. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റ്യൂവിൻ്റെ കളറ് മാറിപ്പോവും. അപ്പോൾ ആദ്യം സവാളയൊന്നും ഇട്ട് വഴറ്റിയിട്ട് അത് ചതച്ച് അതും കൂടി ഇട്ട് പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളി എന്നിട്ട് പിന്നെ അത് കളറൊന്നും മാറ്റിക്കളയരുത്. അപ്പോൾ സ്റ്റ്യൂവിന് കളറില്ല, വേറൊരു കളർ വരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കമൻസിലൊക്കെ ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ വഴറ്റുന്നതിൻ്റെ കളർ ചേഞ്ച് വരുമ്പോഴാണ് സ്റ്റ്യൂവിൻ്റെ കളർ മാറിപ്പോണത്. അപ്പോൾ ഒട്ടും തന്നെ കളർ ചേഞ്ച് വരരുത്. സവാള പതിയൊന്ന് വെന്താൽ മതി. ആ സമയത്ത് നമുക്ക് സ്റ്റ്യൂവിലേക്കുള്ള പീസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് മിക്സിയിലിട്ട് അടിച്ച് എടുക്കണമെന്നില്ല. ഇപ്പോഴായിട്ട് അങ്ങനെയുള്ള നേരമൊന്നും കിട്ടണില്ല. അതും ഒരു പണിയാണല്ലോ, ഉരുളക്കിഴങ്ങ് മിക്സിയിലിട്ട് അടിക്കുന്നത്. അത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അടിച്ച് ചേർക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇന്നിപ്പം ഞാൻ കോൺഫ്ലവർ ഇട്ടൊന്നും അതിൻ്റെ പച്ച ഒന്ന് മൂപ്പിച്ച് ആ സ്മെല്ലൊന്ന് മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് പീസുകൾ വിട്ട് ഇടപ്പാൽ വിട്ടിട്ട് ഇനി സാവധാനം കോൺഫ്ലോറൊക്കെ ഒന്ന് കുറുകി ഇതിൽ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഉപ്പുമൊക്കെ പിടിക്കണമല്ലോ. കാരണം നമ്മൾ പുഴുങ്ങുമ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല പീസിൽ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും ഉപ്പൊക്കെ പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇടപ്പാലിൽ തന്നെ വേവിക്കണം. മൊത്തത്തിൽ പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി തിളച്ച് വെളിച്ചെണ്ണയുടെ രുചിയിലായിരിക്കുള്ളൂ നമ്മുടെ സ്റ്റ്യൂ ഉണ്ടാവുന്നത്. ഇപ്പം നമ്മൾ തേങ്ങാപ്പാൽ വറ്റിച്ചല്ലേ വെളിച്ചെണ്ണ മറ്റേ
ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കറികളിൽ എടപ്പാലിൽ തന്നെ വേവ് തീർക്കണം. വെന്ത സാധനം ഇപ്പം എന്താണ് മീൻ കറി ആണെങ്കിൽ എന്തായാലും വെന്ത മീനിലേക്കാ എന്ത് ചിക്കനിലേക്കാ നമ്മൾ വേവിച്ച് എല്ലാ അവസാനമാകുമ്പോൾ മാത്രമാണ് ഏറ്റവും നല്ല കട്ടിയുള്ള പാലൊഴിച്ച് കൊടുത്തിട്ട് ഇളക്കേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചി മാറിപ്പോകും. തേങ്ങാപ്പാലിൻ്റെ രുചിയാണ് മുന്നിൽ വരേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റ്യൂവിനും നമുക്ക് തേങ്ങാപ്പാലിൻ്റെ രുചി കിട്ടാൻ വേണ്ടി ഏറ്റവും അവസാനമാണ് നമ്മൾ ഇത് വെന്ത് ഓഫ് ചെയ്യണതിന് തൊട്ട് മുൻപാണ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം മേടിച്ച് വെച്ചേക്കുന്നത് കൊണ്ട് അതുകൂടി ഒഴിച്ച്, അല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിക്കേണ്ട, ഇത്രയും ചെയ്താൽ മതി. വേപ്പിലയും കൂടി ഇട്ട്, മല്ലിയില ഇവിടെ ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ അത് ഇടാം. അപ്പോൾ വേപ്പില ഇട്ട് പിന്നെ ഫ്രഷ് ക്രീം ഈ പറഞ്ഞ പോലെ ഞാൻ മേടിച്ച് വെച്ചത് കൊണ്ട് ഞാൻ ഇട്ടതാണ് കേട്ടോ, വളരെ കുറച്ച്. കാരണം റിച്ചാറിന് ഇത് ഒരുപാട് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇഷ്ടമല്ല, ക്രീമിൻ്റെ ടേസ്റ്റ് അധികം പറഞ്ഞ് ഇഷ്ടമല്ല. പക്ഷേ കുറച്ച് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ്. അത് ഒരുപാട് കറികളിൽ ഈ ഫ്രഷ് ക്രീം നമുക്ക് ഉപയോഗിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് വളരെ കുറച്ച് അതിൻ്റെ മീതിലിട്ട് കറി ഓഫ് ചെയ്ത് കേട്ടോ, സ്റ്റ്യൂ ഓഫ് ചെയ്ത്. പീസസൊക്കെ ഇത്തിരി വലുതായിട്ട് ആണ് ഞാൻ കട്ട് ചെയ്ത് ഇട്ടേക്കണം, കാരണം അത്രയും തിരക്കായിപ്പോയി. എങ്ങനെയെങ്കിലും പപ്പക്ക് പെട്ടെന്ന് തന്നെ കൊടുക്കണമെന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിൽക്കണം. അപ്പോൾ പപ്പക്ക് കൊടുത്തിട്ടാ, പപ്പക്ക് ആദ്യം തന്നെ ഭയങ്കര ചൂടോടുകൂടി തന്നെ വിളമ്പിയിട്ട് അങ്ങോട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. പിന്നെ ഈ ശ്വാസം അങ്ങോട്ട് ഇരിക്കും, പിന്നെ വേറെ കുഴപ്പമില്ല, സാവധാനം ഞങ്ങൾക്ക് കഴിക്കാം. പിന്നെ വന്നത് റോജറാണ് കഴിക്കാൻ വന്നത്. റോജറിനാണ് ഈ എടുക്കുന്നത്. അപ്പോൾ പപ്പക്ക് ആദ്യം തന്നെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഈ പാത്രത്തിൽ നിന്നൊക്കെ ഇതിനകത്തേക്ക് ബൗളിലേക്കൊക്കെ മാറ്റിയത്. അങ്ങനെ റോജർ വന്നവിടെ ഇരിക്കുന്നുണ്ട്. ഇനി റോജർ അവിടെ തന്നെ ഇരുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ അവന് കാപ്പി, ഇന്നിപ്പോൾ പാല് വിട്ടില്ല ഞാൻ പപ്പേന് എല്ലാ ദിവസവും രാവിലെ 2 പാക്കറ്റ് പാല് തൊട്ടടുത്ത കടയിൽ നിന്ന് മേടിച്ചിട്ട് വരും. ഇന്നിപ്പോൾ ഭയങ്കര മഴയാണ്, ശക്തിയായ മഴയാണ്, അതുകൊണ്ട് ഞാൻ വിട്ടില്ല. അപ്പോൾ വൈകുന്നേരം പാല് മേടിച്ച് തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ വൈകുന്നേരത്തേക്ക് ചായ ഇടാനുള്ള പാലായി. പിന്നെ 1 പാക്കറ്റ് പാല് പിറ്റേ ദിവസം രാവിലെയും എടുക്കാമല്ല, അങ്ങനെ വിചാരിച്ച്. അപ്പോൾ എല്ലാവരുടെയും ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കുതിരിട്ട എവിടെ കൊണ്ടുപോണിതിനാ? അമ്മിട്ട് മുത്ത് വാ, അമ്മിട്ട് പുഞ്ഞു വാ, അമ്മിടെ മുത്ത്, അമ്മിടെ മുത്ത് വാ ഇങ്ങോട്ട്. ചേട്ടാ അവിടെ മുത്ത് ചാടറി ഇങ്ങോട്ട് വരാനായിട്ട്. അമ്മിടെ പൊന്നു വാ, അമ്മിടെ മുത്ത് വാ, അമ്മിടെ മുത്ത്, അമ്മിടെ മുത്ത്, അമ്മിടെ മുത്ത്. അച്ചടാ അമ്മിടെ മുത്ത് വാ. ഇരുട്ടായതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്ഥലം ഒന്ന് മാറ്റില്ല. അതിന് വാ, അച്ഛടാ അച്ഛടാ, അമ്മിടെ മുത്ത്, അമ്മിടെ മുത്ത്, എടുക്കാൻ നോക്കണോ? ചെറിയ രീതിയിൽ പറന്ന് കൊച്ചിങ്ങനെ വന്നു ഒറ്റ സെക്കൻഡ് ചേട്ടാ നീ ഒന്ന് എടുക്കാൻ നോക്കിയിടാന്ന് നമുക്കൊന്ന് പോകാം. ദേഷ്യപ്പെടാതെ മാക്സിമം അതെ ഒരു മേക്കപ്പ് ഇത് മരമല്ല, മരകുത്തി മുറ. ഇങ്ങനെ എന്തെങ്കിലും എനിക്ക് പറ്റി ഉറക്കടി. വേണ്ട വേണ്ട, ഇരുന്നു നമ്മുടെ കുത്തിരുന്നു കേട്ടോ, നമ്മുടെ മോനിരുന്നു.
അപ്പോൾ റൂബി കൊച്ചു പിള്ളേരെ പോലെയാണ് കേട്ടോ. അവൾക്ക് ചേട്ടന്മാരുടെ അടുത്തിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ചാടി വരണം. ഞാനെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചേട്ടന്മാർ വന്ന് വിളിച്ചാൽ അവൾ കടിക്കാൻ പോണ പോലെയും മുരങ്ങണ പോലെയൊക്കെ കാണിക്കും. എങ്കിലും അവൾക്ക് അങ്ങനെ കാണിക്കുന്നത് ഭയങ്കര വിഷമമാണ് അവരുടെ അടുത്ത്. പക്ഷേ അവർ മനഃപൂർവ്വം അവളങ്ങനെ വട്ടാക്കുന്നത് കൊണ്ട് മാത്രമാണ് അവളങ്ങനെ കാണിക്കുന്നത്. എങ്കിലും മാക്സിമം അവൾ കൺട്രോൾ ചെയ്ത് നിൽക്കും കേട്ടോ. ചേട്ടന്മാരെ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കും. പക്ഷെ അവന്മാർ കൂടുതൽ എടുക്കാൻ ശ്രമിക്കുമ്പോൾ അവളിങ്ങനെ ദേഷ്യപ്പെടും കേട്ടോ. അവളുടെ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ടാണ്. സങ്കടം വരും ഇത് കാണുമ്പോൾ കേട്ടോ. മാക്സിമം അവൾ ക്ഷമിക്കും. നല്ല ക്ഷമയുള്ള സ്നേഹമുള്ളൊരു ഡോഗാണ് റൂബി. അപ്പോൾ അതാണിപ്പോൾ കണ്ടത്. പിന്നെ ഞാൻ വന്നിട്ട് നമ്മൾ ഇന്നലെ മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടാകുന്നല്ല, അത് വേഗം ഒന്ന് കറിയാക്കി എടുത്ത് പിന്നെ കുറച്ച് മീൻ വറുക്കാനുള്ളത് വറുക്കുകയും ചെയ്യണം. പിന്നെ 2-3 കാര്യങ്ങളും കൂടിയൊക്കെ ചെയ്യാനുണ്ട്. ഈ സംഭവങ്ങളൊന്നും റിച്ചാർഡ് കഴിക്കൂലല്ലോ. അപ്പോൾ അവന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും കൂടിയൊക്കെ ചെയ്യണം. അങ്ങനെ വേറെ കൊച്ചു പണികളുണ്ട്. ഇപ്പോൾ എൻ്റെ റുട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ടത്തെ റുട്ടീനിലേക്ക് വന്നിട്ട എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാരണം അത് നഷ്ടപ്പെട്ടു പോയൊരു സംഭവമാണ്. അത് തിരിച്ച് കുറച്ച് ദിവസത്തേക്കെങ്കിലും അത് കിട്ടുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷേ റയൻ വരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. റയൻ എത്താത്തതിലൊരു വിഷമമുണ്ട്. റോജർ അതുകൊണ്ട് കൂടുതൽ ലീവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ റോജർ ലീവ് എടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ കാര്യത്തിന് ഒരു 3 സിറ്റിങ് വേണം, എന്നാലേ എല്ലാ പല്ലിൻ്റെയും തീരുള്ളൂ. അത് ഞങ്ങളന്ന് കഴിഞ്ഞ ദിവസം 4 പല്ല് അടച്ചില്ലേ, ആ ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലെറ്റർ തന്നെ. അപ്പോൾ അത് ഇവൻ്റെ കമ്പനിക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലീവ് അവർ അനുവദിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ മെഡിക്കൽ ലീവിൻ്റെ ഇത് തന്നിട്ടുണ്ട്. 4 ആഴ്ചയോ 3 ആഴ്ചയോ എന്തോ അവന് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കമ്പനിയിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് ഇനി 1 മാസത്തോളം റോജർ നാട്ടിൽ കാണും. ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പം ഞാൻ ഏതായാലും ഒരു പാവക്ക നമ്മളുടെ സാമ്പാർ കഷ്ണത്തിൻ്റെ കൂട്ടത്തിലുണ്ടാകുന്നില്ലേ, ആ പാവക്ക ഏതായാലും എടുത്തിട്ട് ഒന്ന് വെറുതെ ഒരു മഞ്ഞൾപ്പൊടി, ഇത്തിരി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാളയൊക്കെ ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുകയുള്ളൂ. പിന്നെ ഇത്തിരി വിനാഗിരി, ഉപ്പും. ആ ഒരു പുളി രസത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കണം. അപ്പോൾ അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, ഒരു ഒറ്റ പാവക്കയുള്ളൂ. അപ്പോൾ അതങ്ങനെ അല്ലെങ്കിൽ കേടായിപ്പോവും. വറുത്തരച്ചൊക്കെ വെച്ച് കഴിഞ്ഞാലും ഒരെണ്ണമല്ലേ ഉള്ളു, അത്രയും കിടന്ന് ബുദ്ധിമുട്ടിയിട്ട് അത് വേഗം തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായി സംഭവം. അപ്പോൾ ചിലവർ ഇതിനകത്ത് ഇത്തിരി തേങ്ങാപ്പാൽ ഒക്കെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് തിരുമിയിട്ടൊക്കെ വെച്ചിട്ട് വേവിക്കും. ഞാനിപ്പോൾ ഏതായാലും തേങ്ങാപ്പാലൊന്നും എടുത്തില്ല. കാരണം എൻ്റെ തേങ്ങാപ്പാൽ എല്ലാം തേങ്ങയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റ്യൂവും പിന്നെ മീൻകറിയൊക്കെ വെച്ചപ്പോൾ തേങ്ങയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തേങ്ങ ചിരണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ തേങ്ങ ഇടാനുള്ള നേരമൊന്നും കിട്ടില്ല. കാരണം ഈ യൂട്യൂബ് വർക്ക് രാവിലെയാണ് തിരക്ക് പിടിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തേങ്ങ ഇടാൻ പോകാനൊന്നും പറ്റില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഇരണ്ടിയിട്ട് വെക്കണം. ഇന്നിപ്പോൾ തേങ്ങ എല്ലാം തീർന്ന്. അപ്പോൾ നമ്മൾ മീനും വറുക്കാനായിട്ടിട്ട് ഈ ഒരൊറ്റ വറുക്കലിന് തീരും, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അത് മൊത്തത്തിൽ അതായത് പകുതി നമുക്ക് കറി വെച്ചല്ല. അപ്പോൾ ബാക്കിയുള്ളതാണ് ഈ വറുക്കാനായിട്ട് വെച്ചേക്കണം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ എളുപ്പത്തിൽ കഴിഞ്ഞ്, കാരണം തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചേച്ചില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ കുറേ അധികം ജോലികളൊക്കെ ചെയ്തെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ഒരു ഇത്തിരി റെസ്റ്റ് കിട്ടും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് ഇത് കഴിക്കില്ലല്ലോ. ഇപ്പം നമ്മൾ ഈ വെച്ച 3 സാധനങ്ങൾ റിച്ചാർഡ് കഴിക്കില്ല. പക്ഷേ ആ പാവക്ക എന്ത് തന്നെ ആയാലും അത് എടുത്ത് കളയാതിരിക്കാനായിട്ട് തന്നെ കുഴപ്പമില്ല, അത് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ചെയ്തതായിരുന്നു. അങ്ങനെ ഒരു കോളിഫ്ലവർ ഇരിപ്പുണ്ടല്ലോ, കുറച്ച് ദിവസമായിട്ട് അത് ഫ്രിഡ്ജിൽ ഇരിക്കണേ. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കോളിഫ്ലവറിൻ്റെ ഈ ഒരു ഫ്രൈ ചെയ്തത് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ എപ്പോഴും പറയില്ലേ, കോളിഫ്ലവർ ഫ്രൈ ചെയ്യുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഒരു രുചിയിലും ഒരു ടെക്സ്ചറിലും എനിക്ക് കിട്ടിയിട്ടില്ല. ഇന്നത്തത് കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെ ചെറിയ പൂക്കളായിട്ട് നമ്മൾ അടർത്തി എടുക്കണം. ഒട്ടും വലുതാകാൻ പാടില്ല. വളരെ ചെറിയ പൂക്കളായിട്ട് അടർത്തിയെടുത്ത് ഇതുപോലെ ആക്കി നമ്മൾ സോഡ പൊടിയൊക്കെ ഇട്ടിട്ട്, ബേക്കിംഗ് സോഡയൊക്കെ ഇട്ടിട്ട് കഴുകി കൊണ്ടുവന്നിട്ട് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെച്ച്, കൂടുതൽ നേരം വെക്കരുത്, വെന്ത് പോവും. മൂടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അത് കോരിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിനകത്തേക്ക് കൂടുതൽ മസാലയും അതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അങ്ങനെയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നത്.
ഇപ്പോൾ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് ഞാൻ ചെയ്തേക്കുന്നത്. നല്ല പെർഫെക്റ്റ്, നല്ല സിമ്പിളും നല്ല ടേസ്റ്റായിട്ട് കിട്ടിയേട്ടാ. അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ മൊത്തത്തിലെടുത്തിട്ടുണ്ട്. ആ ഒരു കോളിഫ്ലവറിന് നമ്മൾ 1 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ. 1 കപ്പ് മൈദപ്പൊടിക്ക് 1/4 കപ്പ് അരിപ്പൊടിയാണ്. നേരത്തെ നമ്മൾ കോൺഫ്ലോറൊക്കെയാണ് ചേർത്തായിട്ടുണ്ടായിരുന്നത്. അതൊന്നുമില്ല. 1/4 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തത്. പിന്നെ 1 കപ്പ് മൈദ, 1 കോഴിമുട്ട. പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരി മുളക് പൊടി, എരിവെള്ള മുളക് പൊടി ഇടാം. അപ്പോൾ കുറച്ചേ ഇടാൻ പാടുള്ളൂ. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒരു ഇത്തിരി കളറൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. എരിവെള്ള മുളക് പൊടി വളരെ കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര എരിവായി പോകും. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. കാരണം നമുക്ക് സോസുകളും കൂടി ചേർക്കുമ്പോൾ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിലാണ് ഇത് കഴിക്കാൻ നല്ലത്. ഒരുപാട് ഉപ്പ് മുമ്പിൽ പോകും അല്ലെങ്കിൽ. അപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ ഒരു 3 ടേബിൾ സ്പൂണിൽ കുറയാതെ തന്നെ ചില്ലി സോസ്, സോയാ സോസ് 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. ചില്ലി സോസ് 3 ടേബിൾ സ്പൂണെങ്കിലും മിനിമം ഇടണം. അതിലിത്തിരി കൂടി കൂടിയാലും കുഴപ്പമില്ല. എന്നിട്ട് ഒരു ഇത്തിരി വെള്ളം തളിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് അതിൻ്റെ ആ ഒരു കോട്ടിങ് കിട്ടുന്ന രീതിയിലാക്കി ഇതുപോലെ വെക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾക്ക് ഫ്രൈ ചെയ്യാം കുറച്ച് നേരം അവിടെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ പപ്പക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ വേഗം റെഡിയാക്കി. കാരണം പപ്പയല്ലേ ഏറ്റവും ആദ്യം കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മീൻ വറുത്തതും മീൻ കറിയും ഈ ഒരു പാവക്കയുടെ ആ ഒരു മെഴുക്ക് പുരട്ടിയും കൂടിയിട്ട് പപ്പക്ക് കൊടുത്ത് പപ്പ അത് കഴിച്ചിട്ട് പോയിട്ടാ. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ, ഞാനും പിള്ളേരും കഴിക്കുമ്പോൾ ഒരുപാട് ലേറ്റാകും. അതുകൊണ്ട് തന്നെ വറുത്തതും സാവധാനമാണ്. കാരണം ഇതൊന്നും വറുത്തതൊന്നും പപ്പക്ക് വേണ്ട. അപ്പോൾ ഇത് സാവധാനം വറുത്തത്. അപ്പോൾ ഈ വറുക്കുന്ന സമയത്ത് ഇത് വളരെ കുറച്ചിട്ട് വറുക്കുക. അതും ഒരു ടിപ്പാണ്. ഇത് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ കുറച്ചായിട്ട് വറുക്കുക. ഈ പറഞ്ഞ പോലെ കുഞ്ഞു പൂവായിട്ടെടുത്തിട്ട് മുക്കി ഓരോന്ന് കൈവച്ച് തന്നെ ഇടുക. സ്പൂൺ വെച്ചിട്ട് കഴിഞ്ഞാൽ ഇത് അത്ര പെർഫെക്റ്റായിട്ട് വരില്ല. കൈ കൊണ്ട് തന്നെ, ഞാൻ എപ്പോഴും സ്പൂൺ വെച്ചാണ് ഇടുന്നത്. അതൊക്കെയാണ് ഇതിന് പറ്റിയ അബദ്ധങ്ങൾ. ഓരോന്നായിട്ട് ഇട്ടിട്ട് ഒന്ന് തീ കൂട്ടി വെച്ച് അതൊന്ന് ആ മിക്സ് ഒന്ന് അതിൽ പിടിച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ പതിയെ വേഗം ഒരു സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുക്കുമ്പോഴാണ് അത് വിട്ട് കിടക്കണത്. പിന്നെ നമുക്കിങ്ങനെ തട്ടി മറിച്ച് ഇട്ട് അത്. അപ്പോൾ റിച്ചാന് വേണ്ടിയിട്ട് ഞാനൊരു മുട്ടയും കൂടി പൊരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് 2-3 കറികൾ ഉണ്ട്, അവനത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനൊരു മുട്ട കൂടിയിട്ടൊക്കെ പൊരിച്ച് അതും കൂടി ആക്കിയിട്ടാണ് അവന് കൊടുത്തത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ഇൻഡസ് വാലിയുടെ 3 പാത്രം ഒന്നിച്ചുള്ള കോംബോ ഇല്ലേ, അതിൻ്റെ പാത്രങ്ങളാണ് ഞാൻ 3 പാത്രങ്ങൾ ഞാൻ യൂസ് ചെയ്ത്. സോസ് പാനും ഈ ഒരു ഫ്രൈ പാനും പിന്നെ നമ്മൾ സ്റ്റ്യൂ വെച്ച മൂടിയുള്ള കടായി, ഈ 3 സാധനങ്ങൾ. അപ്പോൾ കുറച്ച് പേരത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഫസ്റ്റ് വീഡിയോ കാണിച്ചില്ല. അപ്പോൾ കുറച്ച് പേരത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 4 പേരൊക്കെയുള്ള നമ്മളുടെ ഒരു ഫാമിലിക്കൊക്കെ എന്ത് കാര്യങ്ങളും ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിൽ ഈ 3 പാത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ സോസ് പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ചായ വെക്കൽ മാത്രമല്ല, അതിൽ ചാറുകറികൾ വെക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള എന്താണ് വെക്കാനുള്ളത്, സൂപ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് വെക്കാം കേട്ടോ. സോസ് പാൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ചായ വെക്കുക, പാല് കാച്ചുക, ഇതൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. സോസ് പാനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഈ ഡോഗ് വരുമ്പോൾ അതിന് വേണ്ട ഫുഡ് ഞാൻ എടുത്ത് കൊടുക്കും കേട്ടോ. കാരണം റൂബിയുടെ ചിക്കൻ ഫ്രിഡ്ജിലുള്ളത് ചൂടാക്കി എടുത്ത് ചോറുമായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഡോഗിന് നന്നായിട്ട് തന്നെ ഞാൻ ഭക്ഷണം കൊടുക്കും. കാരണം അതിൻ്റെ കാലിന് വയ്യാത്തത് കൊണ്ട് അത് വേറെ അലഞ്ഞു തിരിയണ്ടല്ല, ഒറ്റക്ക് നിന്ന് സമാധാനമായിട്ട് കഴിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ഭക്ഷണം കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ സമയത്തെ കാറിൻ്റെ ബാറ്ററി മാറ്റാനായിട്ട് ആൾ വന്നതാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബാറ്ററിയുടെ ചാർജ് പോയിട്ട് ഞങ്ങൾ ഓട്ടോക്ക് പോയെന്ന് പറഞ്ഞില്ലേ, അത് ചാർജ് പോയതല്ല, ബാറ്ററി തന്നെ പോയതാണ്. അപ്പോൾ ഈ ബാറ്ററി നോക്കാനായിട്ട് ആളെ വിളിച്ചപ്പോഴത്തേക്കും ഒരു ചേട്ടൻ, പ്രായമുള്ള ചേട്ടനാണ്. ആ ചേട്ടൻ വന്ന് നോക്കിയപ്പോൾ ബാറ്ററി പോയി. ആ ചേട്ടൻ്റെ കടയിൽ ബാറ്ററി ഉണ്ട്, ഫ്രഷൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിട്ട് കൊണ്ടുവന്നാണ്ട് ആ ബാറ്ററി മാറ്റിയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കാതെ ഒരു 5000 രൂപ അങ്ങോട്ട് പോയി. 5000 രൂപ എന്തോ നമ്മളുടെ പഴയ ബാറ്ററിയാണ് ഇവിടെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ചേഞ്ച് ഓഫറിൽ കുറച്ച് പൈസ കുറഞ്ഞ് കിട്ടി. അങ്ങനെ വിചാരിക്കാത്ത ഒരു ചിലവും വന്നു. ഇഷ്ടമുള്ളതാണ് മീൻ കറി. ഇത് കുറച്ചെടുത്തിട്ട് നോക്ക്, കയ്പ്പാണ് പാവക്ക. നിങ്ങൾക്കൊക്കെ കയ്പ്പായിരിക്കുന്നത്. വലിയപ്പച്ചൻ മേടിച്ച പുളി ഇട്ട് വെച്ച ആദ്യത്തെ മീൻ കറി, പിന്നെ മീൻ വറുത്തത്, പിന്നെ കോളിഫ്ലവർ വറുത്തത്. കയ്പ്പാ. നെടുക്ക് റിച്ചാർഡ് വന്നിട്ടില്ല, റിച്ചാർഡ് ഉറങ്ങുന്നു കിടന്നു.
അപ്പോൾ ശക്തിയായ മഴ തന്നെയാണ്. അപ്പോൾ ഞാൻ ചായ വെച്ച് പിന്നെ നമ്മളുടെ കപ്പ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തൊന്ന് ചൂടാക്കി മീൻ കറിയായിട്ട് ഞാനും പപ്പയും റോജറും കഴിച്ചു കേട്ടോ. ചായ തിളച്ചു. മുത്ത് വന്ന കൊച്ചു വന്ന മോൻ അവിടെ പോയി കിടക്ക്. വാ ഇവിടെ കിടക്ക്. ഭയങ്കര മഴയാണ് പൊന്ന. മഴ പെയ്യണപ്പ്, മഴ പെയ്യണമ്മ, മഴ പെയ്യണ്, മഴ പെയ്യണ്. ഇവിടെ ചോറിന് കൊച്ചിൻ്റെ മുഖം. അങ്ങനെ റൂബി മഴയത്ത് തണുത്തിരിക്കണേണ് കേട്ടോ. അങ്ങനെ ഞാനേതായാലും ചായയും കപ്പയും മീനും ഒക്കെ കഴിച്ച് പിന്നെ നമുക്ക് ഡിന്നർ വേണ്ടല്ല, ഇത് കഴിച്ച് പിന്നെ പ്രയർ കഴിഞ്ഞ് വേറെ പണികളുണ്ടാകുന്നില്ല. റിച്ചാണ് ചോറ് കൊടുക്കണം, കാരണം റിച്ചാണ് കപ്പ കഴിച്ചില്ല. ഞങ്ങൾ 3 ആളാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കപ്പയും മീനും കൂടി ഇന്നലെ കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നിട്ട് ഇന്നലെ എനിക്ക് പറഞ്ഞല്ല വെക്കാനായിട്ടുള്ള ഒരു സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഏതായാലും വെച്ചപ്പോഴേക്കും അത് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മീൻ കറിയും കപ്പയും കൂട്ടിയിട്ട് നമ്മൾ കഴിച്ചിട്ടാ. അപ്പം നമ്മുടെ ഇൻഡസ് വാലിയുടെ പാത്രങ്ങളുടെ കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾക്ക് ആജീവനാന്ത കാലം ഈ ഒരു പാത്രങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. കൈയും അതിൻ്റെ ഹാൻഡിലുകൾ വിട്ടുപോകില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇന്നിപ്പോൾ ഞാൻ കാണിച്ച 3 പാത്രങ്ങളുടെ ആ ഒരു കോംബോ എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാത്രങ്ങൾ തന്നെയാണ് കേട്ടോ. താഴെയൊക്കെ വലിച്ചെറിഞ്ഞാൽ പോലും അത് ഒരു കേടും കൂടാതെ ഇരിക്കും. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പഴയ പാത്രങ്ങൾ യൂസ് ചെയ്ത് അതിനകത്ത് കെമിക്കലെല്ലാം നമ്മളുടെ ഫുഡിലൂടെ ശരീരത്തിൽ ചെന്ന് വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ബുദ്ധിപരമായൊരു നീക്കം തന്നെയാണ് ഈ ഒരു ഇൻഡസ് വാലിയുടെ ഇതുപോലെയുള്ള ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അത് കാസ്റ്റ് അയൺ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും നോക്കണമെന്നുണ്ടെങ്കിലും ചുമ്മാ കയറി നോക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ സൈറ്റും അതുപോലെ പാത്രങ്ങളുടെ ലിങ്കും ഒക്കെ കൊടുത്തേക്കാം. പിന്നെ ഗ്ലാഡിസ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കൂടി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓഫറുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം പൈസ തന്നെ കുറവായിട്ട് കിട്ടും. ഓഫറുകളും അതുപോലെ പുതിയ ലോഞ്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ കയറിയിട്ട് ചുമ്മാ ഒന്ന് നോക്കി കളഞ്ഞേക്ക്, ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി, കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല തേങ്ങ തീർന്നിരിക്കണമായിരുന്നു. അപ്പോൾ തേങ്ങ 2 എണ്ണം പപ്പ പൊതിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഒട്ടും ഉള്ളില്ല തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും. എങ്കിലും അത് ഏതായാലും ചിരണ്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് അടുത്ത ദിവസങ്ങളിലൊക്കെ എനിക്ക് ഉപയോഗിക്കാനുള്ള തേങ്ങയാണ് കേട്ടോ എല്ലാം. തീരെ ഉള്ളില്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. ഇടയ്ക്ക് അങ്ങനെ 2-3 തേങ്ങ ഉള്ളില്ലാത്തവരും അല്ലെങ്കിൽ നിറയെ ഉള്ളുള്ള തേങ്ങയാണ് എപ്പോഴും ഉണ്ടാവുന്നത്. അപ്പോൾ തേങ്ങ 2 പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ച് അതിനുശേഷം ഞാൻ കുളിക്കാൻ പോയപ്പോഴത്തേക്കും നല്ല മഴ ചെയ്തുകൊണ്ട് തന്നെ കുളിമുറിയൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്ത് ശരീരമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ കുളിച്ചത്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്